പശ്ചിമേഷ്യയിലെ യുദ്ധമേഖല 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ സംഘർഷത്തിന്റെ തീവ്രതയും വ്യാപ്തിയും ഭീതിജനകമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് പുറമെ ഇപ്പോൾ ഈ യുദ്ധം ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങളെയും അന്താരാഷ്ട്ര സൈനിക താവളങ്ങളെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ദിനചര്യകളെയും ബാധിക്കുന്ന രീതിയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ IRGC പുറത്തിറക്കിയ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. മാർച്ച് 23-ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് IRGC വ്യക്തമാക്കിയിരുന്നു. ഇസ്രയേലിനെ മാത്രം ലക്ഷ്യമാക്കാതെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന പ്രാദേശിക രാജ്യങ്ങളിലെ വൈദ്യുതി നിലയങ്ങളും ഇറാന്റെ തിരിച്ചടിയുടെ പരിധിയിൽ വരുമെന്നാണ് അവർ തുറന്നു പറഞ്ഞത്. അതായത് ഈ യുദ്ധം 2 രാജ്യങ്ങൾക്കിടയിലുള്ളതിൽ നിന്ന് മാറി മുഴുവൻ ഗൾഫ് മേഖലയെയും ഉൾക്കൊള്ളുന്ന ഒരു വ്യാപകമായ സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സൂചനയാണ് ഇത് നൽകുന്നത്. IRGCയുടെ പ്രസ്താവനയിൽ പ്രകടമായത് ഒരു പ്രതിരോധ നിലപാട് മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തമായ തന്ത്രപരമായ മുന്നറിയിപ്പുമാണ്. ഞങ്ങൾ നിങ്ങളുടെ ആശുപത്രികളെ ആക്രമിച്ചു, ഞങ്ങൾ തിരിച്ചടിച്ചില്ല. നിങ്ങൾ സഹായ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി, ഞങ്ങൾ മിണ്ടാതിരുന്നു. സ്കൂളുകൾ പോലും ആക്രമിക്കപ്പെട്ടു, എന്നാൽ ഞങ്ങൾ പ്രതികരിച്ചില്ല. പക്ഷേ വൈദ്യുതി മേഖലയിൽ കൈവച്ചാൽ ഞങ്ങൾ വൈദ്യുതി തന്നെ മുടക്കുമെന്ന വാക്കുകൾ ഈ സംഘർഷത്തിന്റെ സ്വഭാവം എത്രത്തോളം മാറി എന്നതിന്റെ സൂചനയായി മാറുകയാണ്. ഇതിലൂടെ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും അടിസ്ഥാന സൗകര്യ നശീകരണത്തിലേക്കും നീങ്ങുന്ന യുദ്ധത്തിന്റെ പുതിയ ഘട്ടം വ്യക്തമാകുന്നു. ഈ ഭീഷണികൾക്ക് പിന്നിൽ ഒരു വലിയ ഭൗമ രാഷ്ട്രീയ കളിയും നടക്കുകയാണ്. ഗൾഫ് മേഖലയിലെ ഡീസലൈസേഷൻ പ്ലാന്റുകൾ അഥവാ കടൽ വെള്ളം കുടിവെള്ളമാക്കുന്ന സംവിധാനങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ജീവിതരേഖയാണ്. ഇവയെ ലക്ഷ്യമിട്ടുള്ള മുൻ പരാമർശങ്ങൾ തന്നെ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇത്തരം ലക്ഷ്യങ്ങൾ ആക്രമിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച ആരോപണങ്ങളെ ഇറാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുവെന്നത് കള്ളമാണ് എന്നായിരുന്നു ഇറാന്റെ മറുപടി. ഇതിലൂടെ വിവരയുദ്ധവും സൈക്കോളജിക്കൽ സമ്മർദ്ദവും യുദ്ധത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നുവെന്ന് വ്യക്തമാണ്. ട്രംപ് മുന്നറിയിപ്പ് നൽകിയ മറ്റൊരു നിർണായക വിഷയമാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ പ്രധാന കവാടമായ ഈ കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി തുറക്കാത്ത പക്ഷം ഇറാന്റെ വൈദ്യുതി നിലയങ്ങളെ ആക്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇത് യുദ്ധത്തെ സാമ്പത്തികവും ആഗോള വ്യാപാരവുമായ തലങ്ങളിലേക്ക് ഉയർത്തുന്ന നീക്കമായി വിലയിരുത്തപ്പെടുന്നു. ഹോർമുസ് അടച്ചുപൂട്ടപ്പെടുന്നത് ലോകത്തെ എണ്ണവിലകളെയും സമ്പദ് വ്യവസ്ഥകളെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഇസ്രയേൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ഇറാൻ തങ്ങളുടെ സൈനിക നിലപാടുകളിൽ വലിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. സ്വന്തം അതിർത്തികൾ മാത്രം സംരക്ഷിക്കുക എന്ന പഴയ രീതിയിൽ നിന്ന് മാറി ശത്രുക്കളെ നേരിട്ട് ചെന്ന് ആക്രമിക്കുന്ന കൂടുതൽ ശക്തമായ ഒരു തന്ത്രത്തിലേക്കാണ് അവർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾ, ഇസ്രയേലിലെ ഡിമോണ ആണവ മേഖല കൂടാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ഇതിന്റെ സൂചനയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം ഒരു വലിയ മേഖലയിലേക്ക് വ്യാപിക്കുന്നതായാണ് കാണുന്നത്. യമനിലെ ഹൂതികളെ പോലെയുള്ള മറ്റ് സായുധ ഗ്രൂപ്പുകളെ കൂടി ഈ പോരാട്ടത്തിൽ പങ്കാളികളാക്കുന്നതോടെ ഇതൊരു മറഞ്ഞു നിന്നുള്ള യുദ്ധമായി അഥവാ പ്രോക്സി വാറായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ കേവലം ഒരു പ്രാദേശിക തർക്കം എന്നതിലുപരി ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന അതീവ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്കാണ് ഈ സംഘർഷം നീങ്ങുന്നത്. ഇറാനിലെ ആഭ്യന്തര സാഹചര്യങ്ങളും ഈ യുദ്ധത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. കനത്ത സാമ്പത്തിക ഉപരോധങ്ങളും യുദ്ധ ചെലവുകളും രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുമ്പോഴും കടുത്ത നിലപാട് സ്വീകരിക്കുന്ന വിഭാഗങ്ങൾ അധിക സ്വാധീനം ചെലുത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് ആഭ്യന്തര ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ സംഘർഷം കുറയ്ക്കുന്നതിന് പകരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് കാണുന്നു. ഈ യുദ്ധം ഇനിയൊരു സാധാരണ അതിർത്തി സംഘർഷമല്ല. വൈദ്യുതി, വെള്ളം, എണ്ണ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര സൈനിക സാന്നിധ്യം ഇവയെല്ലാം തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സമഗ്ര യുദ്ധരൂപത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു ചെറിയ പിഴവ് പോലും ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ളതാണ്. ലോകം അതീവ ജാഗ്രതയോടെ നോക്കി നിൽക്കുന്ന ഒരു അപകടകരമായ വഴിത്തിരിവിലാണ് ഇപ്പോൾ ഈ സംഘർഷം.